വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഹിമ വളരെ ബോൾഡായിരുന്നു. ഇരിക്കൂ ശിവൻജി. ഇരിക്കോ. ഹിമയും ഒരു ഫാഷൻ ഡിസൈനർ ആയിരുന്നല്ലേ? അതെ, മോഡൽ കോർഡിനേഷനും ഒപ്പം ഡിസൈനിങ് ഉണ്ടായിരുന്നു. ഹിമയ്ക്ക് സ്വന്തം ഫാമിലിയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിരുന്നു. അവളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല. ഈ വീട് അടുത്ത കാലത്ത് സാഗർ വാങ്ങിയതല്ലേ? അത് ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാ. ഓക്കെ, പക്ഷേ ഒപ്പം ഹിമയും കുറിയറ തുകന്നുണ്ട് സഹായിച്ചിരുന്നല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 6 ലക്ഷം. ഇല്ല ശിവൻജി, ഹിമ എനിക്കാണ് 6 ലക്ഷം രൂപ തരാനുള്ളത്. പല ബാങ്കിൽ നിന്നായി ഹിമ 6 ലക്ഷം രൂപ സാഗറിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നതിന്റെ വോച്ചേഴ്സ് എന്റെ കയ്യിലുണ്ട്. ഹിമയ്ക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. പല ഘട്ടങ്ങളിലും ഞാൻ അവളെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ലിക്വിഡ് ക്യാഷായി നൽകിയത് എനിക്ക് അവൾ എൻ്റെ അക്കൗണ്ട് വഴി തിരിച്ചു നൽകിയെന്ന് മാത്രം. സാഗറിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട്. അത് സാധിച്ചപ്പോൾ ഹിമയേക്കാൾ മികച്ചൊരു പങ്കാളി വേണമെന്ന് തനിക്ക് തോന്നി, ശരിയല്ലേ? ശിവൻജി, നോ. വീടിന്റെ ആവശ്യത്തിന് പണം വേണ്ടി വന്നു. ഞാൻ കൊടുത്ത പണം ചോദിച്ചു, എനിക്ക് അവൾ തന്നു. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ തൃപ്തികരമായ മറുപടി അവൾ എനിക്ക് തന്നില്ല. അതാണ് സത്യം. ശരി, പക്ഷെ തെളിവുകളായി നിൽക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും സാഗറെ? അന്ന് പാർട്ടി നടന്ന ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പാർട്ടിയിൽ പങ്കെടുത്തില്ല, മിസ്റ്റർ ഹരി. അവനൊന്ന് ഓഫീസിൽ മറ്റെന്തോ തിരക്കായിരുന്നു. ഓക്കെ, വിൽ മീറ്റ് അഗൈൻ. എക്സ്ക്യൂസ് മീ, മീരയല്ലേ? ഹരിയുടെ വൈഫ്? മനസ്സിലായില്ല. ഞാൻ സാഗറിന്റെ സുഹൃത്ത് ശിവരാമൻ. ഹിമയുടെ വണ്ടിയിൽ നിന്നും നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിരുന്നു. അത് കണ്ട് സാഗറുടെ ചോദിച്ചപ്പോഴാണ് മീരയെ മനസ്സിലായത്. ഹരിയും സാഗറും സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സർ വിശേഷിച്ച്? നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായിരുന്ന ഹിമയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും മീരയ്ക്ക് അറിയുമായിരുന്നോ? എന്ന് പറയാൻ കഴിയില്ല, കുറച്ചൊക്കെ അറിയാം. ഹരിക്ക് ഹിമയുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായിട്ട് മീരയ്ക്ക് അറിയാമോ? അവൾക്ക് എന്തോ ടൈറ്റ് വന്നപ്പോ ഹെൽപ്പ് ചെയ്തിരുന്നു, അത്രമാത്രം അറിയാം. ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 25 ലക്ഷം. 25 ലക്ഷോ? ഹേയ്, അതൊന്നും ഉണ്ടാവില്ല. ഇതൊരു സത്യമാണ്. പക്ഷേ അങ്ങനൊരു ഡീലിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ദാറ്റ്സ് ഓക്കെ. അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ വെറുതെ ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതാ. മീര, യു ക്യാരി ഓൺ. ബൈ. ഞാൻ ഇറങ്ങുവാ മോനെ. എന്താ അമ്മയ്ക്ക് ഇത്ര ധൃതി? മീര ഇപ്പൊ വരും, വന്നിട്ട് പോന്നേ. അവളെ വിളിച്ചപ്പോഴാ അറിഞ്ഞത് നിന്റെ ചെന്നൈ യാത്രയും മീരയുടെ കൈയുടെ കാര്യവും. അതാ ഓടി വന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചത്. പക്ഷേ ഇനിയും വൈകിയ അച്ഛനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പോ അച്ഛനെ നല്ല ക്ഷീണമുണ്ട്. ഇങ്ങനെ ഓടിപ്പിടിച്ച് വരണ്ടെന്ന് കരുതിയാ ഈ കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കായിരുന്നത്. പിന്നെ അച്ഛനോട് ആവശ്യമില്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറ. അച്ഛനിപ്പോ പണ്ടത്തെ പോലെ യാത്രയും സാമൂഹ്യ പ്രവർത്തനവും ഇപ്പൊ ഇല്ല മോനെ. നടക്കുമ്പോ കാൽമുട്ടുകൾക്ക് തീരെ ബലം പോരാ. മറ്റന്നാ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ വരുമ്പോ ഞാനോ മീരയോ വരാം. നിന്നെ എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷെ എന്റെ മോള് വരുമായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ. അമ്മയെ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, അപ്പു നേരെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ശരി. ആ മീര, അമ്മ വന്നിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാൻ താഴെ വെച്ച് കണ്ടിരുന്നു. ആ സാഗറുണ്ടോ? ആയടാ, ഇരിക്കെ. ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്ന്. എന്താ? ആ ശിവൻജിയെ, ദേവേട്ടന്റെ ഫ്രണ്ട്, ഹിമയുടെ കാര്യം നമുക്ക് ഫേവറായിട്ട് അന്വേഷിക്കുന്നൊക്കെയാ ഞാൻ വിചാരിച്ചേ. ഇപ്പൊ തോന്നുന്നു ശിവൻജിയോട് ഇതേക്കുറിച്ചൊന്നും പറയേണ്ടിയിരുന്നില്ല. എന്തിനാ അന്വേഷണം നമുക്ക് ഫേവറബിൾ ആക്കുന്നത്? ഹിമയ്ക്ക് എന്ത് സംഭവിച്ചു അതല്ലേ അറിയേണ്ടത്? അതെ, പക്ഷെ ശിവൻജി പറയുന്നത് ഹിമയുടെ ലക്ഷങ്ങൾ വാങ്ങി ഞാൻ വീട് വാങ്ങിയെന്നാ. അവളൊരു ഓട്ടച്ചട്ടിയാണെന്ന് ഹരിക്കറിയാലോ. എനിക്കെങ്ങനെ അറിയാം? നിങ്ങളിൽ പലർക്കും പലതും അറിയാം. അതയാളോട് തുറന്നു പറ. ശിവൻജി നിന്നെ കുറിച്ച് അന്വേഷിച്ചു. എന്നെ കുറിച്ചോ? സംശയിക്കണ്ട, നിന്നെ കുറിച്ച് തന്നെ. നീ എന്താ പാർട്ടിക്ക് വരാറുന്നെന്ന്?
എന്തായിരുന്നു? എന്റെ ഓഫീസിലെ കാര്യം പിന്നെ ആര് മാനേജ് ചെയ്യും? ഓക്കെ ഓക്കെ, ഞാൻ ഇറങ്ങുക. ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ട്, എമർജൻസിയാ. ഓക്കേടാ, ബൈ മീര. ബൈ. പീനിയ IT പാർക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഹരിക്ക് ഹിമയെയും സജിനെയും അറിയാം, ശരിയല്ലേ? മീര, എന്നെ നീ ഇങ്ങനെ അവിശ്വസിക്കരുത്. സാഗറിലൂടെ ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് ഹൈദരാബാദ് പ്രോഗ്രാം ഒക്കെ. പക്ഷെ പാർട്ടിയിൽ പങ്കെടുക്കാത്തതും ഹിമയെ കാണാത്തതും തമ്മിൽ എന്ത് ബന്ധം? എന്തായാലും ഹിമയെ കൈയയച്ച് സഹായിച്ച ആളാണ് ഹരി. അവരന്വേഷിക്കുമ്പം എല്ലാം അന്വേഷിക്കും. അതിന് ഹരി എന്തിനാ ടെൻഷൻ ആവുന്നേ? ആ, എനിക്കെന്തിനും ടെൻഷൻ? വെറുതെ കണ്ണടച്ച ഇരുട്ടാവോ ഹരി? ഛേ, ഇത് വലിയ കഷ്ടമായല്ലോ. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് എന്നെ പ്രതിയാക്കിയിട്ട് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഈ ഭാവമാറ്റം കണ്ടാൽ തന്നെ അറിയാം ഹരിയുടെ ഭാഗത്തുനിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അല്ലാതെ ആരെങ്കിലും വെറുതെ ചൂടാവോ? ഒരു ദിവസം വീട്ടിലിരുന്ന മനുഷ്യന് സൗകര്യം തരില്ല. നോൺസെൻസ്. അതെ അമ്മേ, ഞാൻ അമ്മയെ വിളിക്കാനിരിക്കായിരുന്നു. അത് 1-2 ദിവസത്തേക്ക് ഞാൻ കുറച്ച് ബിസിയാ. അച്ഛനെ ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് കൊണ്ടുപോകാൻ മീര ഉറപ്പായിട്ടും വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി അമ്മേ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് കണ്ടോളാം. ഓക്കെ. അല്ല, ഇന്ന് പോയില്ലേ? ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേയാ. ബോർഡിംഗ് സ്കൂൾ തൊട്ടുള്ള സ്വഭാവമാ. ബർത്ത്ഡേ ബേബിക്ക് മോർണിംഗ് സെഷനിൽ ഒരു വിഷ്, പിന്നെ ഒരു ഗിഫ്റ്റും. ഹാപ്പി ബർത്ത്ഡേ മീര. ഇതാര് പറഞ്ഞു? ആ, അതൊരു രഹസ്യ. ഞാനൊരു കാര്യം ചോദിച്ചാ മീര പിണങ്ങോ? എന്താ സച്ചിൻ? വിരോധമില്ലെങ്കിൽ നമുക്കൊരുമിച്ച് പുറത്തു പോവാം. ലഞ്ച് എനിക്കൊപ്പം പ്ലീസ്. അതെന്നോട് ഹരി ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനൊരു കാര്യം ചോദിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. ബാക്കി മീരയുടെ ഇഷ്ടം. കാണാം. സച്ചിൻ എന്നോട് പിണങ്ങിയോ? പിണങ്ങാനോ? അറിയാതെ മനസ്സിൽ മീരയോട് തോന്നിപ്പോയൊരിഷ്ടം, ഒരു മോഹം. അതുകൊണ്ട് ചോദിച്ചു പോയതാ. വാട്ട്? കം അഗൈൻ? തുറന്നു പറയാൻ കൊതിച്ചൊരു കാര്യം. എന്തേ, തെറ്റായോ? ഞാനീ കേൾക്കുന്നത് സത്യമാണോ സച്ചിൻ? സത്യം. ഞാൻ കൂടെ വരണമെന്ന് സച്ചിൻ അത്രയ്ക്കും ആഗ്രഹമുണ്ടോ? ഇഷ്ടമുള്ള ഒരാളുടെ ബർത്ത്ഡേക്ക് ഒരു ലഞ്ച്, ഒരു ഔട്ടിംഗ്, അത്രേ ഞാൻ മോഹിച്ചുള്ളൂ. എങ്കിൽ ഞാനായിട്ട് ആ മോഹം ഇല്ലാതാക്കുന്നില്ല. നമുക്ക് പോവാം. പോകാം. ഒരു മിനിറ്റ്. ഓക്കെ. മീര, എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഓർക്കുമായിരുന്നു, ജന്മങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്നേഹം ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് കിട്ടാതെ പോയതും ആ സ്നേഹമാണ്. സച്ചിന്റെ കണ്ണുകളിൽ ആ സ്നേഹം ഞാൻ കാണുന്നു.